എല്ലാവർക്കും ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിലേക്ക് സ്വാഗതം. പെന്തക്കോസ്തുകാർ സംസാരിക്കുന്ന അന്യഭാഷയെ കളിയാക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു. പെന്തക്കോസ്ത് വിരോധവും അന്യഭാഷയോടുള്ള പരിഹാസവുമൊക്കെ അതിന് കാരണമാണ്. അന്യഭാഷ വിരോധികൾ പറയുന്നൊരു കാര്യം, അന്യഭാഷ നിന്നുപോയി, അത് ആ കാലത്തേക്ക് മാത്രം ഉള്ളതായിരുന്നു. എന്നാൽ നമ്മൾ ചോദിക്കുകയാണ്, അന്യഭാഷ നിന്നുപോയി എന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ അത് ബൈബിളിലില്ല. പിന്നെ ബൈബിളിലില്ലാത്തൊരു കാര്യം പറയാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നത് എന്ന് നമ്മൾ ചോദിച്ചാൽ വ്യാഖ്യാനം കൊണ്ട് നമുക്കത് തെളിയിക്കാം. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് തെളിയിക്കാമെന്നായിരിക്കും ഉത്തരം. നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നത് അവർ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എന്നുള്ളതാണ്. നിന്നുപോയി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ആദിമ സഭകൾ ഇത് പ്രാക്ടീസ് ചെയ്തിരുന്നു. പൗലോസ്ലീഹ അന്യഭാഷയിൽ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നതിൽ വിലക്കില്ലായിരുന്നു. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി അന്യഭാഷയെക്കുറിച്ച് പറയുമ്പോൾ കളിയാക്കുന്നവർ, പെന്തക്കോസ്തുകാർ പറയുന്ന അന്യഭാഷയെ കളിയാക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോകത്തിലുള്ള സകല ഭാഷകളും നിങ്ങൾക്കറിയാമോ? അതിൻ്റെ ലിപി അറിയാം, അതിൻ്റെ ഉച്ചാരണം അറിയാം. പോട്ടെ, ബൈബിൾ തന്നെ പറയുന്നുണ്ട് സ്വർഗീയ ഭാഷകളുണ്ടെന്ന്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ നിഷേധിക്കാനായിട്ട് പറ്റുന്നത്? അന്യഭാഷയോടുള്ള പരിഹാസപരമായിട്ടുള്ള സമീപനം, അതൊരു പക്ഷേ നിങ്ങൾക്കത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം അത്തരമൊരു പരിഹാസ ചിന്തയിലേക്ക് നിങ്ങൾ വന്നിട്ടുള്ളത്. ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ തന്നെയാണ് അത്ഭുതങ്ങൾ തള്ളിക്കളയുന്നവരുടെ കാര്യം. അതൊക്കെ 1-ാം നൂറ്റാണ്ടിലേക്ക് മാത്രമുള്ളതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ദൈവത്തിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ദൈവത്തിന് വരങ്ങൾ നൽകാൻ പറ്റും, അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും. ഇതിനെ അങ്ങനെ മനസ്സിലാക്കുവാൻ, ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് പറ്റാത്തതിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അതിനെ ഉൾക്കൊള്ളുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ കളിയാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ എക്സിസ്റ്റൻസിനെയും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തെയും കളിയാക്കുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചിലർ പറയുന്നത് പ്രായോഗികമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. വ്യാഖ്യാനം എത്ര പേര് വ്യാഖ്യാനിക്കാൻ പറ്റും? എത്ര പേർക്ക് ഒരേ സമയം സംസാരിക്കാൻ പറ്റും? അതൊക്കെ ശരിയായ നിലയിലാണോ നടക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ശരി, അങ്ങനെ പ്രായോഗികപരമായ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ അന്യഭാഷ എങ്ങനെ സംസാരിക്കുന്നു, എവിടെ സംസാരിക്കുന്നു, വ്യാഖ്യാനത്തിലെ കാര്യങ്ങൾ, എത്ര പേര് വ്യാഖ്യാനിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെന്തക്കോസ്തുകാർക്ക് പരിമിതി ഉണ്ടെന്നേ. പെന്തക്കോസ്തുകാർ അതിൻ്റെ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യുന്നത് 100% ശരിയാണെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. പ്രായോഗികതയിൽ പരിമിതിയുണ്ട്. പക്ഷെ അപ്പോൾ അതുകൊണ്ട് അന്യഭാഷയില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? അന്യഭാഷയുണ്ട്. അന്യഭാഷയിൽ സംസാരിക്കാനായിട്ട് വാഞ്ചിപ്പിൻ, നിങ്ങൾ അതിനായിട്ട് പ്രാർത്ഥിപ്പിൻ. പൗലോസ്ലീഹയും ആദിമസഭയും അത് കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. അവർ പ്രാക്ടീസ് ചെയ്തിരുന്നു. നമ്മളോടും അത് തന്നെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. പ്രാർത്ഥിക്കുക, അത് പ്രാപിക്കുക. മറ്റ് കൃപാവരങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. നമ്മൾ അതിനായിട്ട് ആശിക്കുകയും വാഞ്ചിക്കുകയും ഒക്കെ ചെയ്യണം. അതുകൊണ്ട് അമിതമായ പെന്തക്കോസ്ത് വിരോധവും അമിതമായ അന്യഭാഷ വിരോധവും ഒക്കെ മാറ്റിവെച്ച് പ്രാർത്ഥിച്ച് വചനത്തിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൃപാവരങ്ങളേക്ക് ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ പറഞ്ഞുകൊണ്ട് അന്യഭാഷ വിരോധികളോട് നിങ്ങളോടെന്നും സ്നേഹമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സത്യങ്ങൾ മനസ്സിലാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നു.